നമ്മുടെ കൂട്ടത്തിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് കുറെ കലിപ്പ് സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമല്ല, ഞാനിങ്ങനെ ആരും ചോദിക്കുകയാണ്, ബ്രോ നീ പടത്തിൽ അഭിനയിച്ചപ്പോൾ നിനക്ക് എത്ര കിട്ടി, എത്ര ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ 10,000 രൂപ കിട്ടി, 20,000 രൂപ, 50,000 രൂപ കിട്ടിയ. ഇപ്പൊ ഒരുത്തൻ എവിടുന്നെങ്കിലും പെട്ടെന്ന് ഇത്തിരി ഫേമസ് ആയ അല്ലെങ്കിൽ ഒരുത്തൻ രക്ഷപ്പെടുവാണെന്ന് കാണുമ്പോൾ ഈ ചൊറച്ചിലുള്ളവന്മാരൊക്കെ വന്നിട്ട് നമ്മളെ നൈസായിട്ട് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ നമ്മുടെ കിടിലൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബിറ്റ് കോയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോണത്. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ കോയിൻ സ്വിച്ച് കുബേർ. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് വേൾഡിൽ ലിസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ കറൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ ഉണ്ടല്ലോ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ബൈ ചെയ്യാൻ പറ്റും യൂസിങ് UPI ആൻഡ് ഓൾ ഗൈസ്. ഭയങ്കര സിമ്പിൾ ആണ്. ഓൾസോ ബിറ്റ് കോയിന്റെ വില കൂടിയതിന് ശേഷം നമുക്ക് തിരിച്ചത് സെല്ല് ചെയ്ത് നമുക്ക് പൈസ നമുക്ക് അതെല്ലാം ഉണ്ടാക്കാനും പറ്റുന്നതാണ്. വൗ, ദാറ്റ്സ് കൂൾ റൈറ്റ്. ഇതിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാനും പറ്റും. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 100 rupees വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദിസ് ആപ്ലിക്കേഷൻ ഈസ് ഓൾസോ അവൈലബിൾ ഓൺ ഗൂഗിൾ പ്ലേ ഗൈസ്. പിന്നെ ഗൈസ് ഇതിനകത്ത് അക്കൗണ്ട് തുടങ്ങാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, ആദ്യം നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യണം, OTP ഇട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ KYC അപ്ഡേറ്റ് ചെയ്യണം യൂസിങ് യുവർ പാൻ കാർഡ് ആൻഡ് പിന്നെ നമ്മുടെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ. അതിനുശേഷം യു ഗൈസ് ആർ ഓൾ ഗുഡ് ടു ഗോ ഗൈസ്. അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്തും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ വാങ്ങിയും പർച്ചേസ് ചെയ്തും സെല് ചെയ്തും ഒക്കെ പൈസ ലോട്ട് ഓഫ് ഉണ്ടാക്കാം. പിന്നെ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റോടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്, ഫോറക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രിപ്റ്റോ എല്ലാത്തിനും ബീറ്റ് ചെയ്യുക. പൈസ പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. ലാസ്റ്റ് പൈസ പോയിട്ട് തന്നെ ആരും തെറി പറയില്ല. ഓക്കെ, ഓൾസോ കോയിൻ സ്വിച്ച് ക്യൂബിന്റെ ഒരു യൂട്യൂബ് ചാനൽ ലിങ്ക് താഴത്തുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എന്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഫീൽ ഫ്രീ ടു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ബൂം. എന്റെ മാഡം, നിങ്ങൾ കോപ്സ് ഒക്കെ എന്ത് റെസ്പോൺസിബിൾ ആണ്. മനുഷ്യനോട് മര്യാദക്കൊന്നും ചില്ലൗട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ട സീൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സീൻ. പടത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവേദാണ്. കഴിഞ്ഞ ദിവസം TV ഈ ചാനലിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വിളിച്ചു, ബ്രോ എടാ നിന്റെ അഭിനയം കൊള്ളായിരുന്നു, നല്ല ചെറിയ സീനാണെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ കുറെ ആൾക്കാരൊക്കെ എന്നെ ഒളിയൊക്കെ വിട്ടായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പടത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവ എന്നാണ്. ഇത് ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ തരുൺ മൂർത്തി. പുള്ളി എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, കട്ട സബ്സ്ക്രൈബറാണെന്ന് അറിയാമല്ലോ. എനിവേ എന്തായാലും വീഡിയോസൊക്കെ കാണും. അത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് പറയടാ നിനക്ക് പറ്റിയ റോൾ ഉണ്ടോ, അടിപൊളിയാണ്, എന്തായാലും നല്ലൊരു പഞ്ചി റോളാണ്, ചെറിയ റോളാണ്, എന്നാലും നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ച്. എന്നിട്ട് ചെറിയൊരു ഓഡീഷൻ പോലെ അല്ല, ജസ്റ്റ് ഒരു എന്നെ പുള്ളിയൊക്കെ സ്റ്റേ ചെയ്യണ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞാടാ ഇന്ന ഒരു സിറ്റുവേഷൻ ഇട്ട് തരും, നീ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നൈസായിട്ട് കാണിച്ചു കേട്ടാ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു പടത്തിൽ എൻ്റെ അമ്മയായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, അത് ശരിക്കും എൻ്റെ അമ്മേനെ തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ ഇത് കൂടെ എനിക്ക് നാണോ, അയ്യോ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് അമ്മേനെ ഒഴിവാക്കി വെച്ചും വേറെ ഒരു ഡമ്മി അമ്മേനെ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നമ്മുടെ സാറ ചേച്ചി അറിയാലോ, അടിപൊളിയായിട്ടാണ് ചേച്ചി അഭിനയിക്കണം. എന്തായാലും എൻ്റെ അമ്മേനെ പോലെ തന്നെ എനിക്ക് സാറ ചേച്ചീനെ ഫീൽ ചെയ്തത്. ശരിക്കും നമ്മുടെ ക്രൂ ആണെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് കുറെ കലിപ്പ് സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമല്ല, ഞാനിങ്ങനെ കേസ് ഒറ്റ ടേക്കിലൊന്നും അല്ല നമ്മൾ എടുക്കണം. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ടേക്ക് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റീടേക്ക് തന്നെ ഒരു 12 വട്ടമെങ്കിലും എടുത്തുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാലേ, ഇപ്പം എന്ത് ഡാർക്ക് സീനാണ് മാനെന്ന് ഞാൻ ഇവിടെ നോക്കി ഇങ്ങനെ പറയുകയാണെന്ന് ഓർത്തോ, അത് ഇവിടെ നിന്നുള്ളൊരു ക്യാമറ നിന്ന് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഇവിടെ നിന്നുള്ളൊരു ക്യാമറ നിന്ന് എടുക്കും. പിന്നെ പുറകിൽ നിന്ന് എടുക്കും, ഫ്രണ്ടിൽ നിന്ന് എടുക്കും. കണ്ട, അപ്പം 1 2 4 ഷോട്ടാണ് എടുക്കണം. അത് 4 ക്യാമറ ഇങ്ങനെ വെച്ചിട്ടല്ല എടുക്കണം. ആദ്യം ഒരു ഡയലോഗ് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ക്യാമറ വെച്ചിട്ട് എടുക്കും. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് വെച്ചിട്ടായിരിക്കും എടുക്കണം. അപ്പോൾ 4 ഷോട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ഈ 4 ഷോട്ടിൽ ഇപ്പോൾ ആദ്യത്തെ ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു ഓർത്തോ. അപ്പോൾ രണ്ടാമത് ഇവിടുന്ന് എടുക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മുദ്രയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ പറയും ശരിയാ, അല്ല ഇത് രണ്ടാമത് എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ഓർത്ത് ഈ വ്ളോഗൊക്കെ എടുക്കണ പോലെ ഗൈസ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നോ വേ ഗൈസ്, ഭയങ്കര സീനാണ്. ഈ സിനിമാടന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടാ. കാരണം ഇത് ചെറിയ പണിയൊന്നും ഇല്ല. നമ്മൾ ഈ ടേക്ക് എടുക്കുമല്ലോ, അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പോസ്ചറും അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ സെയിം ആയില്ലെങ്കിൽ അടുത്ത ഷോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അത് പിന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു 10-22 ടേക്കെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ അവിടെയാണ് അഭിനയിക്കാൻ പോയത് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്കിതിനെക്കുറിച്ച് ഒരു പിടുത്തില്ല, അഭിനയം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഞാൻ എങ്ങനെയാണ് അങ്ങനെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ തന്നെ പറഞ്ഞു, എടാ നീ സഞ്ജു ടെക്കി ആയിട്ട് തന്നെയാണ് എൻ്റെ പടത്തിൽ, നീ സഞ്ജു ടെക്കി ആയിട്ട് വരുമോ അറിയാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിനകത്തുള്ള ഡയലോഗെല്ലാം അവർ തന്നെയൊന്നുമല്ല, എല്ലാം ഞാൻ തന്നെ. എടാ നിനക്കപ്പം എന്ത് തോന്നുന്നു നീ വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞാണ് ഗൈസ് ആ ഡയലോഗ്. പിന്നെ
കുറേ നാളുകളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ എയറിലാണ് എന്തൊക്കെ ആൾക്കാർ പറയണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഗൈസ് എയറിലാണെന്ന്. വേറെ ഒന്നുമില്ല, കുറേ ട്രോള് വന്നി ഇവന് ഇറക്കിയത് പടത്തിന് കണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഈ റോൾ എടുത്ത് വെച്ചിരിക്കണത്. പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കണ ഓഫീസേഴ്സും സിനിമ കാണുന്ന ആൾക്കാർ ഒരേ ശബ്ദത്തിൽ പറയുന്നു, ഒന്ന് വിളിച്ചോണ്ട് പോടേ എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്. പിന്നെ സർക്കാസം കുറേ ഉണ്ട്. പിന്നെ എന്തായാലും എനിക്ക് പക്ഷേ ഇത് ഭയങ്കര ഒരു ബാഡായിട്ട് അല്ലെങ്കിൽ ബാഡ് ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇത്രയുടെ റീച്ച് കിട്ടിയ പോലെ എനിക്ക് തോന്നി. ഈവൻ മറ്റേ നമ്മുടെ അജു വർഗീസ് ഉണ്ടല്ലോ, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് ഗൈസ്. അവൻ്റെ ആ സീൻ കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്നെ കുറേ ആൾക്കാർ കുറ്റം പറയും, ചീത്ത പറയും, നീ എന്തുവാണ് ഈ കാണിക്കണത് എന്നൊക്കെ പറയണവരോടൊന്നും എനിക്കൊന്നും പറയാനൊന്നുമില്ല. വേറെ ഒന്നുമില്ല, ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ആദ്യത്തെ ഫിലിമാണ്, ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കണം. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. പിന്നെ എല്ലാവരും അത് തന്നെ എന്തുവാണ് ഇങ്ങനെയൊക്കെ മാരകം ലാലേട്ടനെ പോലെ ഒന്നും എല്ലാവർക്കും ഇങ്ങനെ ആദ്യത്തെ ഷോട്ടിലൊന്നും അഭിനയിക്കാൻ പറ്റത്തോന്നില്ല. ഓക്കെ, പിന്നെ ഡബിങ്ങിലൊക്കെ ചെറിയൊരു സിങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതെല്ലാം എൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ടാണ്. ബട്ട് ഗൈസ്, ഇനി എനിക്കൊരു ചാൻസ് സിനിമ കിട്ടുവാണെങ്കിൽ ഞാൻ മാരകമായിട്ട് പൊളിച്ചടുക്കി ഞാൻ പൊരിച്ചിരിക്കും. എൻ്റെ മൂവി കണ്ടിട്ട് എൻ്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ കൂട്ടുകാരുടെയൊക്കെ റിയാക്ഷൻ അടിപൊളിയായിരുന്നു. വേറെ നല്ല എൻ്റെ അമ്മയച്ഛനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ സിനിമയിൽ വന്നാ എന്നൊക്കെ പറഞ്ഞാൽ തുള്ളിച്ചാടുമായിരുന്നു TV കണ്ടിട്ടിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കഴിച്ചത് അവർക്ക്. പിന്നെ ഞാൻ ഭയങ്കര തടിയനായെന്നൊക്കെ പറയണ്ട. ആ സമയത്ത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തടി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് 1 കൊണ്ട് ഞാൻ ഹൾക്കിനെ കണക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞു കേട്ടോ. അത് ഇനി ആ ക്യാമറയുടെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയാൻ മേല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഇവിടെ അടിപൊളി, ഇവിടെ സൂപ്പറാണ്, നീ വേറെ ലെവലാണ് മുത്തേന്നൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ കട്ടക്ക് തള്ളി മോട്ടിവേറ്റ് ചെയ്യുകയാണെന്ന് അറിയാമല്ലോ. എന്തായാലും എനിക്ക് പക്ഷേ ജെന്യൂനായിട്ട് തോന്നി കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അമ്മമാർ ചുമ്മാ ഉളക്കെ ചെയ്യടക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറേ നാട്ടുകാരാണെങ്കിലും കുറേ ആൾക്കാർ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ലടാ. പിന്നെ ചിലർ പറഞ്ഞാൽ നിനക്ക് എന്താ പേടി ഉണ്ടായിരുന്നെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഗൈസ് ആദ്യമായിട്ടാണ് സിനിമ പോകണം. അവിടെ കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്കൊരു പേടി വന്നു ഗൈസ്. പക്ഷെ അതൊരു 10-15 മിനിറ്റത്തൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ സംഭവം മാറിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ 2 കാറ്റഗറിയുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുത്തൻ എവിടുന്നെങ്കിലും പെട്ടെന്ന് ഇത്തിരി ഫേമസ് ആയ അല്ലെങ്കിൽ ഒരുത്തൻ രക്ഷപ്പെടുവാണെന്ന് കാണുമ്പോൾ ഈ ചൊറച്ചിലുള്ളവന്മാരൊക്കെ വന്നിട്ട് നമ്മളെ നൈസായിട്ട് തേക്കും. അതായത് എന്ത് ഊഴാണ് ഇവൻ എന്തോടി കാണിക്കുന്നത്, ആ പടത്തിന് കണ്ണ് കിട്ടാൻ വേണ്ടി എടുത്തിട്ടാണ്, ഇതാണ് തേങ്ങയാണ് വാങ്ങി ചക്കയാണെന്നൊക്കെ പറഞ്ഞ് വരും ഗൈസ്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഹേറ്റേഴ്സും ഉണ്ട്, അവന്മാരൊക്കെ കയറി ഇതേ പിടിച്ച് തന്നെ മാന്താനും ചൊറിയാനൊക്കെ നോക്കും. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ഗൈസ്, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ ഉള്ള യുവന്മാരെയൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിലെ ആളെന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടായിരിക്കും. ദാറ്റ് ഈസ് എൻ്റെ അഭിനയം കൊള്ളത്തില്ലെങ്കിൽ ബ്രോ ഇത് ഇങ്ങനെ മോശമായിരുന്നു, അല്ലെങ്കിൽ അത് കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പും ഉണ്ട്. എൻ്റെ വീഡിയോ ഉണ്ട്, കുറേ ആൾക്കാർ ഭയങ്കര എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അവർ ഇപ്പോൾ കൊള്ളത്തില്ലേ പോലും ബ്രോ കൊള്ള അടിപൊളിയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്തായാലും ജെന്യൂനായിട്ട് എന്നോട് റിപ്ലൈ പറയുന്ന ആൾക്കാരെയാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ പറ, എൻ്റെ ദാറ്റ് ഈസ് ഫസ്റ്റ് ഷോട്ടായിരുന്നു അല്ലോ ദാറ്റ് ഈസ് മൂവിയിൽ. അപ്പോൾ അത് കൊള്ളാവോ ഇല്ലയെന്ന് ജെന്യൂനായിട്ട് എന്തായാലും ഈ വീഡിയോയുടെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ജനിക്കുമ്പോൾ തന്നെ ഓടാനൊന്നും അല്ലല്ലോ പഠിക്കണം. നമ്മളിങ്ങനെ നിരങ്ങി ഇഴഞ്ഞ് പിന്നെ പതിയെ നടന്ന് ചാടി അങ്ങനെയൊക്കെയല്ലേ ഓടണം. അതേപോലെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ മൂവിയിൽ. ഞാൻ കുറച്ച് കളയുമ്പോൾ ചിലപ്പോൾ മാരക ആക്ടറാവും ഗൈസ്, പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒന്നും ആകത്തില്ലായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ വേറെ ഡൗട്ട്, ദാറ്റ് ഈസ് എല്ലാവരും ചോദിക്കുകയാണ്, ബ്രോ നീ പടത്തിൽ അഭിനയിച്ചപ്പോൾ നിനക്ക് എത്ര രൂപ കിട്ടി, എത്ര ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ 10,000 രൂപ കിട്ടി, 20,000 രൂപ, 50,000 രൂപ കിട്ടിയ ഗൈസ്? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ 1 രൂപ പോലും അവരുടെ നിന്ന് വാങ്ങിയില്ല. പിന്നെ അവരെന്നോട് ചോദിച്ചില്ല. എനിക്കറിയാൻ മേലായിരുന്നു ഈ സിനിമ അഭിനയിച്ച എത്ര രൂപ കിട്ടുമെന്ന്. പിന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല, കാരണം എനിക്ക് ഈ പ്ലാറ്റ്ഫോം വലുത്. എനിക്ക് എന്തായാലും ഫേമസ് ആകാൻ പറ്റുമല്ലോ. എനിക്ക് ഫേമസ് ആണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയപ്പോൾ എനിക്ക് പൈസയുടെ പുറകെ പോകേണ്ട കാര്യമില്ല ഗൈസ്. അങ്ങനെ ഞാൻ ചോദിച്ചില്ല. പിന്നെ പടത്തിലുള്ള അവരും എന്നോടും ചോദിച്ചില്ല പൈസ വേണമെന്ന്, ഇനി ലാഭിക്കാൻ നോക്കിയാണെന്ന് അറിയാൻ മേല. എന്തായാലും അവരും ചോദിച്ചില്ല, ഞാനും ചോദിച്ചില്ല, പൈസയും കിട്ടിയില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഫെയിം കിട്ടി, നല്ലൊരു റോൾ കിട്ടി, നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വലുത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു എന്താണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. ബിഗ് സ്ക്രീനിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതൊരു ചെറിയ റോളായിരുന്നു, ഒരു ഗസ്റ്റ് റോൾ പോലെ. ഇത്രയുടെ വലിയ ലെങ്തി ആയിട്ടുള്ള മാരക ഡയലോഗ് അല്ലെങ്കിൽ ഫൈറ്റ് കോമഡി എന്തെങ്കിലുമൊക്കെ ഉള്ള ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഡയറക്ടേഴ്സ് എല്ലാം കാണുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ല റോൾ കിട്ടുവാണെങ്കിൽ ഒന്ന് തന്നെ കേട്ടോ, ഞാൻ അഭിനയിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൽക്കാണ് ബെല്ലൈക്കണം എന്നും പറയണ പോലെ അടിച്ചു പൊട്ടിക്കണം. അത്ര എക്സ്ട്രാ വീടുമ്പോൾ നോട്ടിഫിക്കേഷൻ മാൻ ലഭിക്കത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.